ഒരു വാട്സാപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനായ ഹർജിക്കാരനെതിരെ ഒരു സ്ത്രീയെ അപമാനിക്കുന്ന തരത്തിലുള്ള അനുചിത സന്ദേശങ്ങൾ ഗ്രൂപ്പിൽ അനുവദിച്ചെന്നും ഓൺലൈനിൽ കുറ്റകരമായ ഉള്ളടക്കം പങ്കുവച്ചെന്നുമുള്ള ആരോപണങ്ങൾ ഉയർന്നു. ഗ്രൂപ്പിലെ മറ്റൊരു അംഗം പോസ്റ്റ് ചെയ്ത ആക്ഷേപകരമായ ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആരോപണങ്ങൾ. തനിക്കെതിരെയുള്ള ആരോപണങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ഹർജിക്കാരൻ ഒരു അപേക്ഷ സമർപ്പിച്ചു. വാട്സാപ്പ് ഗ്രൂപ്പ് അംഗങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ആക്ഷേപകരമായ പോസ്റ്റുകൾക്ക് ഗ്രൂപ്പ് അഡ്മിൻ കുറ്റക്കാരനാകുമോ എന്നതായിരുന്നു ബോംബെ ഹൈക്കോടതിയുടെ മുൻപിൽ ഉയർന്ന പ്രധാന ചോദ്യം. ഹർജിക്കാരൻ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ ആയിരുന്നുവെന്നും ഗ്രൂപ്പിലെ മറ്റൊരു അംഗം ഗ്രൂപ്പിൽ പരാതിക്കാരിക്കെതിരെ നിന്ദ്യവും മലിനവുമായ ഭാഷ ഉപയോഗിച്ചുവെന്നുമുള്ള കേസിലെ വസ്തുതകൾ ഹൈക്കോടതി പരിശോധിച്ചു. എന്നാൽ ഗ്രൂപ്പ് അഡ്മിനായ ഹർജിക്കാരൻ കുറ്റം ചെയ്ത അംഗത്തെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കുകയോ ആ അംഗത്തിൽ നിന്ന് ക്ഷമാപണം ആവശ്യപ്പെടുകയോ ചെയ്തില്ല. ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് അഡ്മിന് ഗ്രൂപ്പിലേക്ക് ആളെ ചേർക്കുന്നതിനും ഗ്രൂപ്പിൽ നിന്ന് ആളെ പുറത്താക്കുന്നതിനുമുള്ള പരിമിതമായ അധികാരം മാത്രമാണുള്ളതെന്നു കോടതി ഊന്നിപ്പറഞ്ഞു. ഒരു അഡ്മിന് ഗ്രൂപ്പിൽ പോസ്റ്റുകൾ പോസ്റ്റ് ചെയ്യപ്പെടുന്നതിനു മുൻപ് അവയുടെ ഉള്ളടക്കത്തെ നിയന്ത്രിക്കാനോ മിതപ്പെടുത്താനോ സെൻസർ ചെയ്യാനോ സാധിക്കില്ല. നിലവിലെ നിയമവ്യവസ്ഥയനുസരിച്ച് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലെ അംഗം പോസ്റ്റ് ചെയ്ത ഉള്ളടക്കത്തിന്റെ പേരിൽ ഗ്രൂപ്പ് അഡ്മിന് പരോക്ഷമായ ശിക്ഷാ ബാധ്യതയില്ലാത്തതിനാൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് അഡ്മിനെ ഗ്രൂപ്പിലെ മറ്റൊരംഗത്തിന്റെ ആക്ഷേപകരമായ പോസ്റ്റിനു ഉത്തരവാദിയായി കരുതാനാവില്ല. IPCയുടെ 354A വകുപ്പിന്റെ 1-4 ഉപവകുപ്പും 509 107 വകുപ്പുകളും അഥവാ BNSന്റെ 75 വകുപ്പിന്റെ 1-4 ഉപവകുപ്പും 79 45 വകുപ്പുകളും IT നിയമത്തിലെ 67 വകുപ്പും പ്രകാരമുള്ള കുറ്റകൃത്യങ്ങളുടെ ചേരുവകളെ കോടതി വിശദമായി പരിശോധിച്ചു. അവയിൽ പറയുന്ന കുറ്റകൃത്യങ്ങളുടെ ഘടകങ്ങളൊന്നും ഹർജിക്കാരന്റെ കേസിൽ കാണുന്നില്ലെന്ന് കോടതി കണ്ടെത്തി. ഹർജിക്കാരനെതിരെയുള്ള നടപടികൾ തുടരുന്നത് കോടതി നടപടികളുടെ ദുരുപയോഗമാകുമെന്നും അതുകൊണ്ടുതന്നെ ഹർജിക്കാരനെതിരെയുള്ള പ്രഥമ വിവര റിപ്പോർട്ടും കുറ്റപത്രവും മറ്റു തുടർ നടപടികളും നിലനിൽക്കുന്നതല്ലെന്നും റദ്ദ് ചെയ്യപ്പെടേണ്ടതാണെന്നുമുള്ള നിഗമനത്തിലാണ് കോടതി എത്തിയത്. ചുരുക്കിപ്പറഞ്ഞാൽ വാട്സാപ്പ് ഗ്രൂപ്പിലെ മറ്റു അംഗങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ആക്ഷേപകരമായ ഉള്ളടക്കത്തിന് ഗ്രൂപ്പ് അഡ്മിൻ കുറ്റക്കാരനാകില്ല. ഹൈക്കോടതിയുടെ തീരുമാനം വാട്സാപ്പ് ഗ്രൂപ്പ് അഡ്മിനുകളുടെ അധികാര പരിമിതികളെ അംഗീകരിക്കുന്നു. അതോടൊപ്പം നിലവിലെ നിയമങ്ങൾ പ്രകാരം ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലെ അംഗം പോസ്റ്റ് ചെയ്ത ഉള്ളടക്കത്തിന്റെ പേരിൽ ഗ്രൂപ്പ് അഡ്മിന് പരോക്ഷമായ ശിക്ഷാ ബാധ്യതയില്ലാത്തതിനാൽ മറ്റു ഗ്രൂപ്പ് അംഗങ്ങളുടെ പ്രവൃത്തികൾക്ക് അഡ്മിനുകൾ ഉത്തരവാദികളായിരിക്കില്ലെന്നുള്ള നിഗമനത്തിലാണ് ഹൈക്കോടതി എത്തിച്ചേർന്നത്. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.